എന്നാൽ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നതിലുള്ള യുക്തി കൂടി നമ്മൾ ഇതിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ ഒരു വലിയ ട്രേഡ് പാർട്ട്ണറാണ് റഷ്യയുടെ. ഏതാണ്ട് 65 ബില്യൺ യൂറോ ആണ് 2024 യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ബയലാറ്ററൽ ട്രേഡിൽ ഏർപ്പെട്ടത്. ഇനിയിപ്പോൾ യു എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ യു എസിനും റഷ്യയുമായി ട്രേഡ് റിലേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്, യു എസിൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, അതുപോലെ EV ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പല്ലേഡിയം മുതലായവ യു എസ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് മുതലായവയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് യു എസ്. അങ്ങനെയിരിക്കെ ഇന്ത്യയോട് മാത്രം ഇത്തരം വിരട്ടൽ നടത്തുന്നതിൻ്റെ ഒരു ലോജിക് അത് ഡിപ്ലോമാറ്റിക് ലെവലിലോ ഒരു പൊളിറ്റിക്കൽ ലെവലിലോ ഒരു വികസി